മണി കഴിഞ്ഞിരിക്കുന്നു. ലിബീഷ്, അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി മറിഞ്ഞാൽ തന്നെ ആ വോട്ടുകൾ രണ്ട് സ്ഥാനാർത്ഥികളിലേക്കായിട്ട് പോവുകയാണ്. സുനിൽകുമാറിലേക്കും കെ മുരളീധരനിലേക്കുമായി ഭിന്നിച്ചു പോവുകയാണ്. തീർച്ചയായിട്ടും. അപ്പൊ തീർച്ചയായും സുരേഷ് ഗോപി എന്തായാലും തൃശ്ശൂർ എടുത്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ 8400 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖറാണ് തിരുവനന്തപുരത്ത്. അതെങ്ങനെ കാണാം? അത് മറിയാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. തിരുവനന്തപുരത്ത് NDAക്ക് ഇപ്പോഴും ആശ്വസിക്കാറായിട്ടില്ല. അവിടെ പലപ്പോഴും നമ്മൾ തിരുവനന്തപുരത്തെ വോട്ടിംഗ് നില പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവസാന റൗണ്ടുകളിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്തെ വോട്ടിംഗ് നിലയിൽ വലിയ മാറ്റങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപക്ഷെ NDAക്ക് ഇനിയും കുറേ നേരം കൂടി കാത്തിരിക്കേണ്ടി വരും. തീർച്ചയായും ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് രാജ്യത്ത് NDA 243, ഇന്ത്യ മുന്നണി 277, TMC അടക്കമുള്ള അതേഴ്സ്, അതായത് തൃണമൂൽ കോൺഗ്രസ്, മമതയുടെ തൃണമൂൽ അടക്കമുള്ളവർ 23. അങ്ങനെയാണ് എങ്കിൽ ഇന്ത്യയുടെ ചരിത്രം മറ്റൊന്നാകും. സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്താലും കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യത മങ്ങുകയാണ് ഇന്ത്യ തലത്തിൽ എന്നുള്ള വലിയ പ്രത്യേകതയുണ്ട്. പണ്ട് VS ഏറ്റതുപോലെ. അതെ, ആ ഒരു വിധിയാണോ സുരേഷ് ഗോപിയെ കാത്തിരിക്കുക എന്ന് പറയാറായിട്ടില്ല അജിംഷാദ്. സമയം ഇനിയും ബാക്കി നിൽക്കുകയാണ്. പ്രത്യേകിച്ചും പല മണ്ഡലങ്ങളിൽ നിന്നും ഉത്തരേന്ത്യയുടെയൊക്കെ വിദൂര ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വോട്ടിങ്ങിന്റെ നിലവാരമൊക്കെ വരാനുണ്ട്. രാഹുൽ ഗാന്ധി 1,20,206, 4.5 ലക്ഷം എന്ന ഭൂരിപക്ഷം, 11 കഴിഞ്ഞ തവണത്തെ 4.5 ലക്ഷം എന്ന ഭൂരിപക്ഷം മറികടക്കുമെന്ന കോൺഗ്രസിന്റെ അവകാശവാദം എത്ര കണ്ട് ശരിയാണ്? ഇതാ 8 മണിക്ക് വോട്ടെണ്ണി തുടങ്ങിയതാണ്. പോസ്റ്റൽ വോട്ടുകൾക്ക് ശേഷം 8:30. നോക്കൂ, 11:10 ആയപ്പോൾ 1,20,206 വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി എന്ന UDFന്റെ ഐക്കൺ, UDFന്റെ ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിന്റെ ഐക്കണായ രാഹുൽ ഗാന്ധി ഇതാ വയനാട്ടിൽ. ഇത് വയനാട്ടിലെ തന്നെയല്ലേ? ഇത് വയനാട്ടിലാണോ അതോ റായ്ബറേലിയിലാണോ? അല്ല, തീർച്ചയായും ഇത്രയും കൂടാൻ സാധ്യതയില്ല റായ്ബറേലിയിൽ, ഇല്ലേ? റായ്ബറയിൽ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അവിടെയും രാഹുൽ ഗാന്ധി ക്രമാനുഗതമായി ലീഡ് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ദേശീയ തലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ ഒരു സൂചനകൾ വളരെ വ്യക്തമായി തന്നെ വരുന്നു. നമുക്ക്